ഓട്ടോകാഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള ഒരു ഇൻ്റർഫേസാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ നമ്മൾ ഈ ടെംപ്ലേറ്റ്സിൻ്റെ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം ACAD ISO DWT സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ രീതിയിലുള്ളൊരു 2D വർക്ക് സ്പേസ് നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് 3D വർക്ക് സ്പേസാണ് ആവശ്യം. അതിനുവേണ്ടി ഈ സ്റ്റാറ്റസ് ബാറിലുള്ള വർക്ക് സ്പേസ് സ്വിച്ചിങ് ആരോ ക്ലിക്ക് ചെയ്ത ശേഷം 3D മോഡലിംഗ് സെലക്ട് ചെയ്യുക. ഇനി അൺസേവ്ഡ് വ്യൂവിൻ്റെ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം SC ഐസോമെട്രിക് സെലക്ട് ചെയ്യുക. ഈ UCS ഐക്കൺ ഈ കോർണറിലേക്ക് മാറ്റുവാനായി UCS ഐക്കൺ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ശേഷം നോ ഒറിജിൻ സെലക്ട് ചെയ്യുക. ഈ ഒരു ഒബ്ജക്റ്റാണ് നാം 3D ആക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നാം ആദ്യം ടോപ്പ് UCSലാണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വേൾഡ് ഈ ടോപ്പ് UCSലേക്ക് ആക്കുക. ഇനി ഈ ഗ്രിഡ് നമുക്ക് ഒഴിവാക്കാം. ഓർത്തോ ഓൺ ചെയ്യാം. ഓർത്തോ മോഡ് ഓൺ ചെയ്യാം. ആദ്യം നമുക്ക് 2 സർക്കിളുകളാണ് വരയ്ക്കേണ്ടത്. റേഡിയസ് 18, ഡയമീറ്റർ 18, 2 സർക്കിളുകൾ. അപ്പം സെൻറ്റർ റേഡിയസ് എടുക്കുക. സർക്കിളിൻ്റെ 18, ദെൻ സെൻറ്റർ ഡയമീറ്റർ എടുക്കുക, അതും 18. ഇനി ഈ സർക്കിളിൻ്റെ സെൻറ്റർ പോയിന്റിൽ നിന്ന് നമുക്ക് 60 യൂണിറ്റിലേക്ക് ഒരു ലൈൻ വരക്കാം. ഒരു റെഫറൻസ് ലൈനാണത്, റെഫറൻസ് ലൈൻ. ശേഷം ഈ എൻഡ് പോയിന്റിൽ, ലൈനിൻ്റെ എൻഡ് പോയിന്റിൽ 50 യൂണിറ്റ് ഡയമീറ്ററും 28 യൂണിറ്റ് ഡയമീറ്ററുള്ള 2 സർക്കിളുകൾ വരക്കാം. സെൻറ്റർ ഡയമീറ്റർ 50, എൻ്റർ. ദെൻ സെൻറ്റർ ഡയമീറ്റർ 28, എൻ്റർ. വേറൊരു സർക്കിൾ കൂടി നമുക്ക് വരക്കാനുണ്ട്. റേഡിയസ് 35 ഉള്ളൊരു സർക്കിൾ കൂടി നമുക്ക് ഇവിടെ വരക്കാം. ഈ സെൻറ്റർ പോയിന്റിൽ സെൻറ്റർ റേഡിയസ് എടുക്കുക സർക്കിളിൻ്റെ, അതിൽ 35 എൻ്റർ. ഇനി നമുക്ക് ഈ റെഫറൻസ് ലൈൻ നമുക്ക് ഒഴിവാക്കണം, ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി ഈ സെൻറ്ററിൽ, ഈ സർക്കിളിൻ്റെ സെൻറ്റർ പോയിന്റിൽ നിന്ന് നമുക്ക് 80 യൂണിറ്റിലേക്ക് ഒരു ലൈൻ വരക്കാം. 80 യൂണിറ്റിലേക്ക് ഒരു ലൈൻ, അതും റെഫറൻസ് ലൈനാണ്. എൻ്റർ. ഈ എൻഡ് പോയിന്റിൽ നമുക്ക് ശരിക്കും 96 യൂണിറ്റിൽ ഒരു ലൈനാണ് വേണ്ടത് വെർട്ടിക്കലായിട്ട്. 96 യൂണിറ്റിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 48 യൂണിറ്റിൻ്റെയാണ് നമുക്കിനി വേണ്ടത്. 48 യൂണിറ്റിൻ്റെ ലൈൻ ഈ ഭാഗത്തും 48 മറ്റേ ഭാഗത്തും വരക്കാം. അപ്പോൾ ലൈൻ കമാൻഡ് എടുക്കുക. എൻ്റർ. ഇനിയും ലൈൻ കമാൻഡ് എടുക്കുക. ഈ വശത്തും 48, ആകെ 96. 48, എൻ്റർ. ഇനിയും ഈ റെഫറൻസ് ലൈൻ നമുക്ക് ഒഴിവാക്കാം, ഡിലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ലൈൻ ഇതെല്ലാം
ലൈനുകൾ കൊണ്ട് അറ്റാച്ച് ചെയ്യാം. ലൈൻ കമാൻഡ് എടുക്കുക. ഈ ക്വാഡ്രന്റ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. ഈ സർക്കിളിന്റെ ടാൻജന്റ് നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. അഗൈൻ ലൈൻ കമാൻഡ് എടുക്കുക. ഈ സർക്കിളിന്റെ ഈ ക്വാഡ്രന്റ് അതുപോലെ തന്നെ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. ഈ സർക്കിളിന്റെ ടാൻജന്റ് നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. ഇനി ലൈൻ കമാൻഡ് എടുക്കുക. ഈ സർക്കിളിന്റെ ക്വാഡ്രന്റ് ഫസ്റ്റ് പോയിന്റും ഈ ലൈനിന്റെ പെർപെൻഡിക്കുലർ നെക്സ്റ്റ് പോയിന്റ് ആക്കുക. പെർപെൻഡിക്കുലർ. അതുപോലെ തന്നെ ഈ ക്വാഡ്രന്റ് സെലക്ട് ചെയ്യുക ഫസ്റ്റ് പോയിന്റ് ആയിട്ട്. പിന്നെ ഈ ലൈനിന്റെ പെർപെൻഡിക്കുലർ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് ഭാഗങ്ങൾ ട്രിം ചെയ്ത് കളയാം. ഈ ഭാഗങ്ങൾ ട്രിം ചെയ്ത് കളയാം. ഇങ്ങനെയുള്ള ഇതിൽ വരാനായിട്ട് ട്രിം ചെയ്ത് കളയാം. ട്രിമ്മിൻ്റെ ഷോർട്ട് കട്ട് TR ആണ്. TR എൻ്റർ. ഇത് ഈ സർക്കിളിൻ്റെ ഈ ഭാഗം ട്രിം ചെയ്യാം. ഇനി നമുക്ക് ഈ ഭാഗം രണ്ട് ഭാഗങ്ങൾ ഫില്ലറ്റ് ചെയ്യണം. ഫില്ലറ്റ് റേഡിയസ് 13 ഫില്ലറ്റ് ചെയ്യേണ്ടത്. റേഡിയസ് 13 ഫില്ലറ്റ് ചെയ്യുക. അപ്പോൾ ഫില്ലറ്റ് കമാൻഡ് എടുക്കുക. ഫില്ലറ്റിൻ്റെ ഷോർട്ട് കട്ട് F ആണ്. F എൻ്റർ. ഇനി റേഡിയസിന് R എൻ്റർ. റേഡിയസ് എത്രയാണെന്ന് എൻ്റർ ചെയ്യണം. 13 എൻ്റർ. ഇനി രണ്ട് ഭാഗത്തും നമ്മൾ ഫില്ലറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ ഒപ്പം നമുക്ക് ഫില്ലറ്റ് ചെയ്യാം. അപ്പം മൾട്ടിപ്പിളിൻ്റെ ഷോർട്ട് കട്ട് M ആണ്. M എൻ്റർ. ഇനി രണ്ടും നമുക്ക് ഒപ്പം ഫില്ലറ്റ് ചെയ്യാം. ഇത് ഫില്ലറ്റ് ചെയ്തു. ഇതും ഫില്ലറ്റ് ചെയ്യാം. എസ്കേപ്പ് ചെയ്യാം. ഇനി ഈ രണ്ട് എൻഡ് പോയിന്റ് നമുക്ക് ഒരു ലൈൻ ഉപയോഗിച്ച് ജോയിൻ ചെയ്യാം. അപ്പം ജോയിൻ ചെയ്യും. അപ്പം നമുക്ക് പ്രസ് പുൾ ചെയ്ത് ഓബ്ജക്റ്റ് ആക്കേണ്ട ഒരു ശരിക്കുള്ള ഒരു പ്രൊഫൈൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് പ്രസ് പുൾ ചെയ്യാം. ഇത് 18 യൂണിറ്റിലേക്കാണ് പ്രസ് പുൾ ചെയ്യാവുന്നത്. പ്രസ് പുൾ കമാൻഡ് എടുക്കുക. സെലക്ട് ചെയ്യുക 18 എൻ്റർ. ഇതിപ്പോൾ 2D വയർ ഫ്രെയിമിലാണ് നാം കാണുന്നത്. ഇത് നമുക്കിനി ഷെയ്ഡഡ് വിത്ത് എഡ്ജസിലാക്കാം. ഷെയ്ഡഡ് വിത്ത് എഡ്ജസ്. ഇനി നമുക്ക് ഇതിനകത്തും നമുക്ക് പ്രസ് പുൾ ചെയ്യണം. അത് അകത്തേക്കും പുറത്തേക്കും പ്രസ് പുൾ ചെയ്യാം. മുന്നോട്ട് ആദ്യം അകത്തേക്ക് 18 യൂണിറ്റ് ആണ് അകത്തേക്ക്. ഇനി പുറത്തേക്ക് 40 യൂണിറ്റ് ആണ്. 40 യൂണിറ്റിലേക്ക് അതിൻ്റെ ഹൈറ്റ്. അപ്പം പുറത്തേക്ക് 40 യൂണിറ്റിലേക്ക് പ്രസ് പുൾ ചെയ്യാം. എസ്കേപ്പ് ചെയ്യും. അപ്പം നാം ഒരു ഭാഗം ഈ ഓബ്ജക്റ്റിൻ്റെ ഒരു ഭാഗം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ഭാഗത്തേക്ക് നോക്കുക. അടുത്ത ഭാഗം ഈ ഭാഗമാണ്. ഈ ഒരു റെക്റ്റാങ്കിളാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. ഈ റെക്റ്റാങ്കിൾ തന്നെ 96 ഈ ഭാഗം. നമുക്കറിയാം 18 + 60 + 18 എന്ന് പറയുമ്പോൾ 96 96 100 ഇങ്ങോട്ട് 100. അപ്പോൾ 96 100 ഒരു റെക്റ്റാങ്കിളാണ് ഉണ്ടാക്കണം. അത് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇത് ഇപ്പോൾ നമ്മൾ വേൾഡ് UCS ടോപ്പ് UCSലാണ് ചെയ്തത്. ഇനി നമ്മളത് ഫ്രണ്ട് UCSലേക്ക് ആക്കണം. ഫ്രണ്ട്, കാരണം ഫ്രണ്ട് പോർഷനാണിത്. ഇത് ഫ്രണ്ട് പോർഷനാണ്. അപ്പം ഇനി 96 100 നമുക്ക് റെക്റ്റാങ്കിൾ ഉണ്ടാക്കാം. 96 100. അപ്പം 96 100 then again 96 C for close. അപ്പം നമ്മളിങ്ങനെ
ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കി. ഇനി നമുക്ക് ഇതിനകത്ത് 2 സർക്കിളുകൾ ആവശ്യമാണ്. അത് 18 യൂണിറ്റ് അകത്തേക്ക് മാറിയാണ് രണ്ട് വശത്തുനിന്ന്. അപ്പം നമുക്ക് ഓഫ്സെറ്റ് ചെയ്യണം. ഈ 3 ലൈൻസും നമുക്ക് 18 യൂണിറ്റ് വീതം അകത്തേക്ക് ഓഫ്സെറ്റ് ചെയ്യണം. അപ്പോൾ ഓഫ്സെറ്റ് കമാൻഡ് എടുക്കാം. ഓഫ്സെറ്റിൻ്റെ ഷോർട്ട്കട്ട് O ആണ്. O എൻ്റർ, 18 എൻ്റർ, 18 എൻ്റർ. ഇനി നമുക്കിത് ഓരോന്ന് സെലക്ട് ചെയ്യാം. സെറ്റ് ചെയ്യാം. ഇനി ഈ സെൻറ്റർ പോയിന്റ്, മിഡ് പോയിന്റിൽ, ഈ ഇൻ്റർസെക്ഷൻ പോയിന്റിലാണ് സർക്കിൾ വരേണ്ടത്. അത് 18 യൂണിറ്റ് ഡയമീറ്റർ ഉള്ള സർക്കിളാണ് നമുക്ക് വരേണ്ടത്. അപ്പം സെൻറ്റർ ഡയമീറ്റർ എടുക്കാം. സെലക്ട് ചെയ്യാം, 18 എൻ്റർ. അഗൈൻ സെൻറ്റർ ഡയമീറ്റർ എടുക്കാം, 18 എൻ്റർ. ഇനി നമുക്ക് ഈ ലൈനുകൾ ഒഴിവാക്കാം. ഇതിനൊക്കെ ഡിലീറ്റ് ചെയ്യാം. ഈ ലൈനുകൾ നമുക്ക് റെഫറൻസ് ലൈനായി വന്നിരിക്കുന്ന ഈ ഓഫ്സെറ്റ് ചെയ്തിട്ട ഈ ലൈനുകളെല്ലാം നമുക്ക് ഒഴിവാക്കാം. ഇനി നമുക്കിത് പ്രസ് പ്ലേ ചെയ്ത് 18 യൂണിറ്റിലേക്കാണ് പ്രസ് പ്ലേ ചെയ്യേണ്ടത്. 18 യൂണിറ്റിലേക്കാണ് ഇത് പ്രസ് പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ പ്രസ് പുൾ കമാൻഡ് എടുക്കുക. ഇത് 18 യൂണിറ്റിലേക്ക് പ്രസ് പുൾ ചെയ്യുക. ഇനി ചെയ്യേണ്ടത് നമുക്ക് ഈ എഡ്ജുകൾ ഫില്ലറ്റ് ചെയ്യണം. ഈ 2 എഡ്ജുകൾ ഫില്ലറ്റ് ചെയ്യണം. അപ്പോൾ ഫില്ലറ്റ് എഡ്ജ് ചെയ്യാനായിട്ട് ഫില്ലറ്റ് കമാൻഡ് ഉപയോഗിക്കാം. ഫില്ലറ്റ് ചെയ്യേണ്ട 18 യൂണിറ്റ് റേഡിയസിലാണ് നമുക്ക് ഫില്ലറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫില്ലറ്റ് കമാൻഡ് ഉപയോഗിക്കുക. ഫില്ലറ്റിൻ്റെ ഷോർട്ട്കട്ട് F ആണ്. F എൻ്റർ, റേഡിയസിന് R എൻ്റർ. റേഡിയസ് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് 18 എൻ്റർ. ഇനി ഈ 2 സൈഡ് നമുക്ക് ഫില്ലറ്റ് ചെയ്യണം, 2 എഡ്ജും ഫില്ലറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ ഒപ്പം ഒരേ സമയത്ത് തന്നെ അത് ഫില്ലറ്റ് ചെയ്യാം. അപ്പം മൾട്ടിപ്പിളിൻ്റെ ഷോർട്ട്കട്ട് M ആണ്. M എൻ്റർ. ഇനി നമുക്ക് ഒരു എഡ്ജ് സെലക്ട് ചെയ്യാം. ഈ എഡ്ജ് ഫില്ലറ്റ് ചെയ്യുമ്പോൾ ഡബിൾ എൻ്റർ കൊടുക്കണം, എന്നാലേ അത് ഫില്ലറ്റ് ആവുകയുള്ളൂ. ഇനി എൻ്റർ എൻ്റർ, ഇവിടെയും ഫില്ലറ്റ് ചെയ്യാം ഈ എഡ്ജ്. എൻ്റർ എൻ്റർ. അപ്പം നമ്മളത് ഫില്ലറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ഈ ഓബ്ജക്റ്റിനോട് ജോയിൻ ചെയ്യാം. അപ്പം മൂവ് കമാൻഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാം. അപ്പം മൂവ് കമാൻഡ് ഉപയോഗിക്കാം. മൂവിൻ്റെ ഷോർട്ട്കട്ട് M ആണ്. M എൻ്റർ. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, മൂവ് ചെയ്യേണ്ട ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ബേസ് പോയിന്റ് ഈ എൻഡ് പോയിന്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ് ഈ എൻഡ് ആയിട്ട് സെലക്ട് ചെയ്യുക. അപ്പം നമ്മൾ കൃത്യമായിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ 2D ലൈൻസ് ഒക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പം നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഈ ഭാഗമാണ് ചെയ്യേണ്ടത്. ഇത് നാം ചെയ്യേണ്ടത് ശരിക്കും റൈറ്റ് യൂസേജിലാണ്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ശരിക്കും ഫ്രണ്ട് യൂസേജിലാണ്. അപ്പം നമുക്ക് ഈ അൺഎയ്ബ്ഡ് ആരോയിൽ ക്ലിക്ക് ചെയ്ത ശേഷം റൈറ്റ് യൂസേജ് ആക്കാം, റൈറ്റ് ആക്കാം. അപ്പോൾ റൈറ്റ് യൂസേജിലാണ് ആരോ സെറ്റ് ചെയ്യുന്നത്. റൈറ്റ് യൂസേജ് ആക്കാം. ഇനി നമ്മൾ ഈ ഭാഗം എത്രയാണെന്ന്, അതിൻ്റെ മെഷർമെൻറ്റ് എത്രയാണെന്ന് അറിയാനായിട്ട് എന്താ വഴി? അതായത് ഈ സെൻറ്റർ പോയിന്റിൽ നിന്ന്, ഈ സർക്കിളിൻ്റെ സെൻറ്റർ പോയിന്റിൽ നിന്ന് ഈ എൻഡ് പോയിന്റ് വരെ 80 യൂണിറ്റാണ്. ഈ സർക്കിളിൻ്റെ സെൻറ്റർ പോയിന്റിൽ നിന്ന് ഈ സർക്കിളിൻ്റെ ഈ ക്വാഡ്രൻ്റ് വരെ, ഈ ഭാഗം വരെ ശരിക്കും 25 യൂണിറ്റാണ്. കാരണം ഇത് 50 യൂണിറ്റിൻ്റെ ഡയമീറ്ററാണ്. അപ്പോൾ ഇത് 25 യൂണിറ്റാണ്. അപ്പോൾ 80-ൽ നിന്ന് 25 കുറച്ചാൽ 55ആണ്. അപ്പോൾ ഈ ഭാഗം 55 യൂണിറ്റാണ് ഈ ലൈൻ. പിന്നെ ഈ ലൈൻ എന്ന് പറയുന്നത് 100 ആകെ ഇവിടെ ഉള്ളത്. അതിൽ നിന്ന് 18 കുറച്ച് കഴിഞ്ഞാൽ 82 ഈ ലൈൻ. അപ്പം
ഇവിടെ 55 82 നമുക്ക് ലൈൻ വരയ്ക്കാം. 55 82 55 ഇനി 82 എൻ്റർ എൻ്റർ. ഇനി നമുക്ക് ഈ ഭാഗത്ത് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് നമുക്കറിയണം ഇല്ലേ? അത് നമുക്കറിയാൻ എളുപ്പമാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് 40 യൂണിറ്റാണ് ഈ സർക്കിളിൻ്റെ ഇതിൻ്റെ ഈ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് 40 യൂണിറ്റാണ്. അപ്പോൾ ആ 40 യൂണിറ്റ് തന്നെ ആയിരിക്കും ഈ ലെങ്ത്തും ഈ ലൈൻ. അപ്പോൾ 40 യൂണിറ്റിലുള്ള ഒരു ലൈൻ ഇറക്കാം. ലൈൻ കമാൻഡ് എടുക്കുക. 40 എൻ്റർ എൻ്റർ. ഇനി നോക്കാം, ഈ രീതിയിലുള്ള ഒരു ആർക്കാണ് നമുക്ക് വരക്കേണ്ടത്. അത് സ്റ്റാർട്ട് പോയിന്റ് ഇതും എൻഡ് പോയിന്റ് ഈ ഭാഗം റേഡിയസ് 60 ആയിട്ടുള്ളൊരു ആർക്ക് നമുക്ക് വരക്കാം. അപ്പോൾ സ്റ്റാർട്ട് എൻഡ് റേഡിയസ് ആർക്കാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ആർക്ക് കമാൻഡ് എടുക്കാം. ഇതാണ് ആർക്ക് കമാൻഡ്. അതിൻ്റെ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം സ്റ്റാർട്ട് എൻഡ് റേഡിയസ് ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് പോയിന്റ് ഇതായിട്ട് സെലക്ട് ചെയ്യുക. എൻഡ് പോയിന്റ് ഈ ഇതായിട്ട് സെലക്ട് ചെയ്യുക. റേഡിയസ് 60 എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ആർക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതാണ് പ്രസ് പുൾ ചെയ്യാനുള്ളത്. ഇത് നമുക്ക് 10 യൂണിറ്റിലേക്കാണ് പ്രസ് പുൾ ചെയ്യേണ്ടത്. അപ്പോൾ പ്രസ് പുൾ കമാൻഡ് എടുക്കുക. ഇത് സെലക്ട് ചെയ്യുക. 10 എൻ്റർ. 10 യൂണിറ്റിലേക്ക് നമുക്ക് അത് പ്രസ് പുൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഇവിടെ ജോയിൻ ചെയ്യണം. അത് എങ്ങനെയാണ് മൂവ് ചെയ്യണം. മൂവ് കമാൻഡ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കൃത്യമായിട്ട് മൂവ് ചെയ്ത് കൃത്യമായ സ്ഥലത്ത് മൂവ് ചെയ്ത് വെക്കാം. അപ്പോൾ മൂവ് കമാൻഡിന് ഷോർട്ട് കട്ട് M ആണ്. M എൻ്റർ. സെലക്ട് ചെയ്യുക, ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, മൂവ് ചെയ്യേണ്ട. ഇനി മൂവ് ബേസ് പോയിന്റിൻ്റെ മിഡ് പോയിൻ്റായിട്ട് സെലക്ട് ചെയ്യുക. എൻ്റെ ബേസ് പോയിന്റ് മൂവ് കമാൻഡ് എടുക്കുക. M എൻ്റർ. സെലക്ട് ചെയ്യുക. ബേസ് പോയിന്റ് മിഡ് പോയിൻ്റായിട്ട് എടുക്കുക. സെക്കൻഡ് പോയിന്റ് ഈ മിഡ് പോയിന്റ് എടുക്കുക. അപ്പോൾ കൃത്യമായി നമ്മൾ മൂവ് ചെയ്തവിടെ വെച്ച് കഴിഞ്ഞു. ഇനി ഈ ഭാഗം ഈ 2D ലൈൻസ് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ആ ഓബ്ജക്റ്റ് കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് അതേ ഒബ്ജക്റ്റ് തന്നെ കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ഓരോ ഒബ്ജക്റ്റുകളാണ്, ഇൻഡിപെൻഡൻ്റ് ഒബ്ജക്ട്സ് ആണ്. അപ്പോൾ നമുക്ക് ഒറ്റ ഒബ്ജക്റ്റ് ആക്കാനായിട്ട് ഇത് യൂണിയൻ ചെയ്യണം. യൂണിയൻ കമാൻഡ് എടുക്കുക. ഇതാണ് യൂണിയൻ കമാൻഡ്. യൂണിയൻ ക്ലിക്ക് ചെയ്യുക. ഫുൾ സെലക്ട് ചെയ്യുക. എല്ലാ ഒബ്ജക്റ്റും സെലക്ട് ചെയ്യുക. എന്നിട്ട് എൻ്റർ ചെയ്യുക. ഇപ്പോൾ ഒറ്റ ഒബ്ജക്റ്റ് ആയി തീർന്നു. ഇനി ഇതിനകത്ത് കുറേ 2D ലൈൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് എറേസ് ചെയ്ത് കളയാം. എറേസിൻ്റെ ഷോർട്ട് കട്ട് E ആണ്. E എൻ്റർ. ഫുൾ സെലക്ട് ചെയ്യുക. ആദ്യം ഫുൾ സെലക്ട് ചെയ്ത് എന്നിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് വെച്ചിട്ട് ഓബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓബ്ജക്റ്റ് ഒഴിച്ച് ബാക്കി ഉള്ള 2D ലൈൻസ് എല്ലാം എന്നിട്ട് എൻ്റർ ചെയ്യുക. എല്ലാം പോയി കഴിഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് കൃത്യമായി ഈ ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് വേണമെങ്കിൽ ഒന്ന് കളർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാതെ എന്നിട്ട് കളർ ബൈ ലെയറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം സെലക്ട് കളർ എടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ ഏത് കളറാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. എന്നിട്ട് ഓക്കെ അടിക്കാം. എസ്കേപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് കൃത്യമായുള്ള കളറും കിട്ടിക്കഴിഞ്ഞ് യഥാർത്ഥത്തിൽ കൃത്യമായി ഈ ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ഈ ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.